മാളിൽ കയറുന്ന പോലെ ഒരു തറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഡയറ്റിലായ ചേച്ചീനെ വശീകരിക്കുകയാണ് ഗൈസ് ജിനീഷ്. ചേച്ചിക്ക് വേണോ എടുത്തിട്ട്? ചെറിയൊരു ടേസ്റ്റ് എന്ത് വിലയല്ലേ. ഉണക്കച്ചക്ക, പഴുത്ത ഉണക്കച്ചക്ക തോന്നണു അല്ലേ? പാർട്ടി ബർഗർ മിനീസ്. ഇത് പുളിയാണേ, പുളി. നമ്മൾ ഇന്നില്ലേ കോസ്കോയിലേക്ക് ഷോപ്പിങ്ങിന് പോവാണ്. കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, ഒരു ചെറിയ ഷോപ്പിംഗ്, കുറച്ച് നട്ട്സും പിന്നെ അവിടെ നല്ല ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ, അതും പിന്നെ എന്തെങ്കിലും സ്നാക്സും ഒക്കെ, പിന്നെ എന്തെങ്കിലും കണ്ടാൽ മേടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ പ്ലാന്. എന്താ നമ്മൾ ആവശ്യമുള്ള നട്ട്സ് എടുത്തു, ആവശ്യമുള്ളൊന്നുമില്ല, വാൾനട്ട് എടുത്തു. ഇനി നെക്സ്റ്റ് ചോക്ലേറ്റ് സെക്ഷനിൽ നിന്ന് ബുവാനോ എടുക്കണം. ഇവിടെ 2 ജെല്ലി ഫാൻസ് ഉണ്ട്, അവർ എവിടുന്ന് ജെല്ലി കണ്ടാലും മേടിക്കുന്നില്ല. അവ ഇതല്ല മധുരമുള്ള വേറെ അവരുടെ കിട്ടിയില്ല. ഇത് പുളിയാണേ, പുളി ഉപ്പിട്ടതല്ല അല്ലേ, ചില്ലി മുളകിട്ട്. നമ്മളത് മുന്നേ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഉണ്ണിയുടെ ഫേവറേറ്റ്, അതിന് 10 പൗണ്ട് എങ്ങാനോ. ബർഗർ പോലത്തെ ജെല്ലിയാണോ? പാർട്ടി ബർഗർ മിനീസ്. ഓ, പാർട്ടി ബർഗർ. അത് ജെല്ലിയാണോ? അത് കാൻഡി. ഉണക്കച്ചക്ക, പഴുത്ത ഉണക്കച്ചക്ക തോന്നണു അല്ലേ? കൊറേ ഉണ്ടല്ലോ. ഇത് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വരണേ ഡൂറിയാൻ്റെ അല്ലേ. നമുക്കിത് മേടിക്കണം. ഫ്രൈ ചെയ്തല്ല, ഡ്രൈ ചെയ്തത്. ഇത് പിസ്താഷ്യോ കുക്കീസ് ആണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ കാണാത്തയാണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തോ. ഡയറ്റിലായ ചേച്ചീനെ വശീകരിക്കുകയാണ് ഗൈസ് ജിനീഷ്. കണ്ട, ഓരോ സാധനം എടുത്താൽ നമുക്കത് വാങ്ങാം, നമുക്കിത് വാങ്ങാം, ഓരോ ബേക്കറികൾ എടുത്ത് ചേച്ചീനെ കാണിച്ചുകൊണ്ടിരിക്കുക. കണ്ട, എടുത്തില്ല, എന്റെ മനസ്സ് മാറി, ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു. ഈ പഫ് പേസ്ട്രി നമ്മൾ എപ്പോഴും മേടിക്കാറുണ്ട്. നാട്ടിലൊരു ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് നമ്മൾ എപ്പോഴും മേടിക്കാറ്. നമ്മൾ കോസ്കോന്ന് എപ്പോഴും ഫ്രോസൺ പ്രോൺസ് ആണ് മേടിക്കാറ്. അത് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അവിടെ മേടിക്കുന്ന ഫിഷ് എവിടെ മേടിക്കുന്നത്? വീട്ടിൽ അച്ഛൻ ചൂണ്ടയിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ലേ? ഓ, അതെനിക്ക് ഇഷ്ടമല്ല. അതെ, ചൂണ്ടിട്ട് പിടിക്കണ മീനെ പോലെയല്ല, വളർത്തുന്ന മീനല്ലോ. അയ്യോ, 700 ഗ്രാം ചക്കയ്ക്ക് 8.49, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപയുടെ അടുത്തു. എന്ത് വിലയല്ലേ. ഇവിടെ മാംഗോസ്റ്റിനുണ്ട്, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. പക്ഷെ ഇത് പച്ചയാണോ എന്നൊരു സംശയം. ആണെങ്കിൽ 15,000. ബിസ്ക്കറ്റിന്റെ കള്ളു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് അത്ര വിലയൊന്നുമില്ല, 25 പൗണ്ടേ ഉള്ളൂ. ചേച്ചിക്ക് വേണോ എടുത്തിട്ട്? നമ്മളെപ്പോഴും മേടിക്കുന്ന ബബിൾ ടീ ആണ് ഇത്. ഇതിന് 7.49 ആണ് റേറ്റ്. 12 പാക്കറ്റ്സ് ആണ് അതിലുണ്ട്. വാട്ടർ മേടിക്കണോ അലോവേര ജ്യൂസ് മേടിക്കണോ എന്ന് കൺഫ്യൂഷനിലാണ്. ജിനീഷിന്റെ പുതിയ വീടാണ്. നിനക്ക് പാഷൻ ഫ്രൂട്ട് പ്യൂരി അല്ലേ നിന്റെ ഫേവറേറ്റ്? സോ എടുത്തോ, എടുക്കുവാവേ. ഇവിടെ കോസ്കോയില് ദുബായ് ചോക്ലേറ്റ് ഉണ്ട്, നമ്മളിത് മേടിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഇത്രയും കുഞ്ഞു കുഞ്ഞ് പീസായിട്ടുള്ള ബോക്സാണ്. നല്ല അടിപൊളി
എന്താ പാക്കിംഗ് ഒക്കെയാണ്, പക്ഷെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഒറിജിനൽ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല, ഇനി അതാണോ ഒറിജിനൽ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ് ആണോ എന്ന് അറിയില്ല. നമ്മൾ ഒത്തിരി ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു 100 വേണ്ടിനെ ചേച്ചി റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. സാധാരണ ഞാനും ജിനീഷും എൻ്റെ ഒരു മാമനും അത് വേണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകാം. അത്ര സാധനങ്ങളൊന്നും മേടിച്ചില്ല, കുറച്ച് സാധനങ്ങൾ മേടിച്ചുള്ളൂ. നമുക്ക് ശരിക്കും ഇത്രയും സാധനങ്ങൾ ആവശ്യമില്ല, പക്ഷെ കോസ്കോയിൽ കയറിയാലേ ലുലു മാളിൽ കയറുന്ന പോലെ ഒരു തറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ നല്ല കൺട്രോൾ ചെയ്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്